ഹായ്, ജനം ടി വിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തയായ മഹാഭാരതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കോഴിക്കോട് നഗരത്തിൽ നിന്നുമാണ് ഇന്ന് ഈ തത്സമയ വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത്. ഞാൻ അരുൺ, ഇത് ആനന്ദ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളാണ് ഇന്ന് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. എന്തായാലും മണ്ഡല പരിചയത്തിലൂടെ തന്നെ ഇന്നത്തെ ഈ വാർത്താ സെഗ്മെൻറ്റ് നമുക്ക് ആരംഭിക്കാം. ഇടുക്കിയെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, മലയോര മേഖല വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. കൃത്യമായ ഒരു രാഷ്ട്രീയ പരിചയം അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്പന്നതയുള്ള ഒരു മണ്ഡലമാണ്. ഇടതു വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച ഒരു മണ്ഡലം. ഇക്കുറി വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം NDA കൂടി ആ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ മണ്ഡലത്തെക്കുറിച്ച്, ആ ഇതുവരെ ഉണ്ടായ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആ ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം മടങ്ങി വരാം. 1977 ഇടുക്കി പാർലമെന്റ് മണ്ഡലം രൂപീകൃതമായത്. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെടുന്ന വിശാലമായ തിരഞ്ഞെടുപ്പ് ഗോത. ഇടുക്കി ലോക്സഭാ മണ്ഡലം രൂപീകൃതമായതിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലകൊണ്ടത് UDF-നൊപ്പം. കോൺഗ്രസിന്റെ CM സ്റ്റീഫൻ ഇടുക്കിയുടെ ആദ്യ MP ആയി. രണ്ടാം അംഗത്തിൽ മണ്ഡലം ഇടതുമുന്നണിക്കൊപ്പം നിന്നു. പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ CPM പ്രതിനിധി MM ലോറൻസ് വിജയിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ CPM-ന്റെ ചിഹ്നത്തിൽ വിജയിക്കുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ സ്ഥാനാർത്ഥി. തുടർ തിരഞ്ഞെടുപ്പുകളിൽ UDF-നും കോൺഗ്രസിനുമൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലം 1999-ലും 2004-ലും LDF-നൊപ്പമായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് LDF-നായി ജയിച്ചു കയറി. തുടർന്ന് കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം PT തോമസിനെ MP ആക്കി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയത്തിൽ ഇടുക്കി ആടിയപ്പോൾ റിപ്പോർട്ടുകൾക്കൊപ്പം നിലകൊണ്ട PT-യെ ഇടുക്കി കൈവിട്ടു. പകരക്കാരനായി ഡീൻ കുര്യാക്കോസ് എത്തി. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും LDF-ന്റെയും പിന്തുണയിൽ മത്സരിച്ച ജോയ്സ് ജോർജ് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 LDF-ഉം 2 UDF-ഉമാണ്. ഈ മേൽക്കൈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ തെരഞ്ഞെടുപ്പിൻ്റെതായ പ്രത്യേകമായ സാഹചര്യങ്ങളാണ്. 2014-ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. 19-ലെ തെരഞ്ഞെടുപ്പ് മറ്റൊരു സാഹചര്യത്തിലായിരുന്നു. ഇപ്പോൾ 24-ലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എനിക്കുള്ള ആത്മവിശ്വാസം 14 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പേ മുതൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത എല്ലാ വിഷയങ്ങളും അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. ഇപ്പോൾ കോടതിക്കകത്തും പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ നിരന്തരമായി നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ചയിൽ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇടുക്കിയുടെ മനസ്സ് അതെന്നോടൊപ്പമാണ്. ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും നമ്മളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും എനിക്കില്ല. 2019-ൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ രണ്ടാം അംഗത്തിനായി ജോയ്സ് എത്തിയെങ്കിലും ഇടുക്കി മറ്റൊരു ചരിത്രം കുറിച്ചു. ആദ്യ അംഗത്തിൽ ജോയ്സിനോടൊറ്റ പരാജയത്തിന് മറുപടി എന്നോണം 1,71,053 വോട്ടിന്റെ ത്രസിപ്പിക്കുന്ന ജയം ഡീൻ കുര്യാക്കോസ് നേടി. അത് ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ UDF ക്യാമ്പ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ ജനകീയ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രതികൂട്ടിലാണ്. യാതൊരു കാര്യത്തിലും പ്രതിവിധി ഉണ്ടാക്കിയിട്ടില്ല. 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ച് ജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെൻറ്റാണ്. അതുപോലെ ബഫർ സോൺ വിഷയത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും പൂർണ്ണമായി പരിഹാരം ഉണ്ടാക്കാത്ത ഗവൺമെൻറ്റാണ്. വന്യമൃഗങ്ങളുടെ കടുത്ത ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ തരത്തിൽ ചിന്നക്കനാലിലും ചെങ്കുളത്തും റിസർവ് ഫോറസ്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരാണിത്. പട്ടയ പ്രശ്നത്തിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്നും വിലക്ക് കൽപ്പിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ഒരു സത്യവാങ്മൂലം പോലും നൽകാത്ത ഒരു ഗവൺമെൻറ്റാണ്. 2019-ൽ കരിനിയമം എന്നുള്ള നിലയിൽ കെട്ടിട നിർമ്മാണ നിരോധന നിയമം അടിച്ചേൽപ്പിച്ചപ്പോൾ ആ നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ നടത്താത്ത ഒരു ഗവൺമെൻറ്റാണ്. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്താനൊക്കെയുള്ള ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യ മതേതര സമൂഹം മാറ്റിയെടുക്കും, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ കാണും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയാണ്. കൂടുതൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനം. അതേസമയം അട്ടിമറിയിലൂടെ മണ്ഡലം പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. വനിതാ പ്രാതിനിധ്യം ചൂണ്ടിക്കാട്ടിയാണ് BDJS-ന്റെ പരീക്ഷണം. സംഗീത വിശ്വനാഥാണ് NDA-യുടെ സ്ഥാനാർത്ഥി.
ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചതിന്റെ ആത്മവിശ്വാസം സംഗീത വിശ്വനാഥിനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാക്കി വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വളരെയേറെ അധികം സ്വീകാര്യതയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ഒരു ലീഡർ ശ്രീ നരേന്ദ്രമോദിജി, ദീർഘവീക്ഷണമുള്ള ഒരു ലീഡർ, ആ ലീഡറിൻ്റെ വികസന കാഴ്ചപ്പാട് ഇവിടെ ഇടുക്കിയിലേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ജനങ്ങൾ എന്നോട് മുന്നിൽ വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രചരണ പ്രവർത്തനം. തീർപ്പാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല, പരിഹരിക്കേണ്ടത് മനുഷ്യർ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. കാരണം ഇന്ന് അനുഭവിക്കുന്ന വന്യജീവി പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, അതുപോലെ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ, ഒരു ട്രെയിൻ ഇവിടെ വരട്ടെ എന്ന് പറയുന്ന അമ്മമാരുണ്ട്. ഇവിടെ ഇത്രയധികം ടെക്നോളജി ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ വലിയ പാലങ്ങൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ട്രെയിൻ വരുത്താനായിട്ട് വലിയ വിഷമമൊന്നുമില്ല. ഒരു കൃത്യമായ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പ്ലാൻ ഉണ്ടായാൽ മതി, ഒരു പദ്ധതി ഉണ്ടായാൽ മതി. അപ്പം അതെല്ലാം തീർച്ചയായിട്ടും പരിഹരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കർഷകരും തോട്ടം തൊഴിലാളികളും തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ കണക്കുകൂട്ടലുകൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളുള്ളത്. ജില്ലയിലെ ഭൂപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷവും നിർമ്മാണ നിയന്ത്രണവുമെല്ലാം അതിസങ്കീർണമായി തുടരുമ്പോൾ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. കോഴിക്കോടേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ ഈ ഒരു സമയത്താണ് ഇന്നലെ കോഴിക്കോടിനെ ഇളക്കി മറിച്ചുള്ള റോഡ് ഷോ, അത് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ തന്നെയാണ് വന്നിരുന്നത്. എങ്ങനെ ഒരു വലിയ ഒരു ആവേശത്തോടെയായിരുന്നു അല്ലേ? തീർച്ചയായും ഏകദേശം ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് ഇന്നലെ ഈ റോഡ് ഷോയിൽ ഉടനീളം BJPയുടെ കൂടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല JP നദ്ദ ഇന്നലെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളെല്ലാം കുറ്റപ്പെടുത്തിയത്. അതായത് ഇവിടെ കേരളത്തിൽ ഈ പോരടിക്കുന്ന ഇടതുവലത് മുന്നണി പക്ഷേ ഡൽഹിയിലെത്തുമ്പോൾ കൈകോർത്ത് ചേർന്നൊക്കെ എന്നാണ് നദ്ദ കുറ്റപ്പെടുത്തിയത്. അത് BJPയുടെ വലിയൊരു തെരഞ്ഞെടുപ്പ് ആരോപണം, ഇന്ത്യയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ആരോപണം കൂടിയാണ്. അതെന്തായാലും ആ ഒരു വാർത്തയിലേക്ക് പോയിട്ട് വരാം. കോഴിക്കോട് നഗരത്തിൽ ആവേശം വാനോളം ഉയർത്തിയായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ റോഡ് ഷോ നടന്നത്. കോഴിക്കോട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി MB രമേശിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം പകരുന്നതായിരുന്നു റോഡ് ഷോ. അരയിടത്തുപാലം മുതൽ മുതലക്കുളം വരെ നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇടതു വലത് മുന്നണികളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ പ്രസംഗം. Now you see on one side there is plutocracy, there is corruption on one side, and very interesting, here they are fighting with each other, and in Delhi they are sitting together. This is their hypocrisy, this is their ideological confusion. Here they fight and in Delhi they vote together. This is their situation. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും അദ്ദേഹം അക്കമിട്ട് നിരത്തി. At the same time, Prime Minister Modi has taken care of women, of youth, the women empowerment, the youth empowerment, the Kisan, the farmers. He has taken care of the marginal section of the society. He has taken care of the women by giving them programs like Ujjwala, Ujala, Saubhagya, Swachhta Abhiyan. Toilets are being constructed to the tune of 12 crores. There is now no village left in the country where there is open defecation. Everywhere toilets have been made to the tune of 12 crores. 400-ലധികം സീറ്റുകൾ നേടി NDA സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അതിൽ ഒരു സീറ്റ് കോഴിക്കോട് നിന്നാകുമെന്ന് സ്ഥാനാർത്ഥി MD രമേശ് പറഞ്ഞു. നാം വലിയ പോരാട്ടത്തിലൂടെ തുടക്കം കുറിക്കുകയാണ്. ശ്രീ നഡ്ഡാജിയോട് ഈ വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു, 400 സീറ്റ് പാർലമെന്റ് നേടുമ്പോൾ അതിൽ ഒരു സീറ്റ് കോഴിക്കോടായിരിക്കും, ഒരു താമര കോഴിക്കോടായിരിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കുന്നു. ഒരുമിച്ച് പോരാടാം. അതേസമയം റോഡ് ഷോ നടന്ന സമയത്ത് നഗരത്തിലെ തെരുവ് വിളക്കുകൾ അണച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ജനം, കോഴിക്കോട്. അതിൽ ഏറ്റവും ആവേശം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രവചനത്തിനപ്പുറത്തേക്കുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്
തിരുവനന്തപുരം എന്തായാലും വലിയ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പോരാട്ടം, പ്രചരണ വിഷയങ്ങളൊക്കെ തന്നെ പോവുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ വരികയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയല്ലേ ഇനിയുള്ള? തീർച്ചയായും, അതായത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് UDFന്റെ ശശി തരൂർ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ പണം നൽകിക്കൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ്. എന്തായാലും ഈ ഒരു ആരോപണത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം NDAയും UDFും എന്ന് ശശി തരൂർ പറഞ്ഞതിന് പിന്നാലെയാണ് അടുത്ത വിവാദത്തിന് തുടക്കമിടുന്നത്. NDA സ്ഥാനാർത്ഥി പണം നൽകി വോട്ട് നേടുന്നുവെന്നാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ആരോപണം. എന്നാൽ മറുപടിയുമായി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തി. തരൂരിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും, നടപടിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ഡോക്ടർ ശശി തരൂർ മതസാമുദായിക സംഘടനകളെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒന്നും പറയാനില്ല, 15 കൊല്ലം ഒന്നും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു മണിപ്പൂരിൻ്റെ നുണ, അല്ലെങ്കിൽ ഒരു ബീഫിൻ്റെ നുണ, അല്ലെങ്കിൽ CAൻ്റെ നുണ, അല്ലെങ്കിൽ ഇതിൻ്റെ നുണ, അപ്പോൾ അതെല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്യും, അങ്ങനെ വിടില്ല. തെളിവുകളുണ്ടെന്ന് ആവർത്തിക്കുന്ന തരൂർ ഇത് പുറത്തുവിടുന്നില്ല. തീരദേശ മേഖലയിലടക്കം രാജീവ് ചന്ദ്രശേഖരനുണ്ടായ പിന്തുണ കോൺഗ്രസ് ക്യാമ്പുകൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ വിരളി പൂണ്ടതിനാലാണ് ആരോപണങ്ങൾ ബോധപൂർവമെന്ന ആക്ഷേപവും ശക്തമാണ്. അതേസമയം തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രം ചർച്ച ചെയ്ത രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണം തുടരുകയാണ്. ജനം, തിരുവനന്തപുരം. ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധമുണ്ട്. അതായത് പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് പതിറ്റാണ്ടുകളായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർക്ക് കൃത്യമായി തന്നെ ഉള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. എല്ലാം നടത്തിത്തരാമെന്ന് ഇരു മുന്നണികളും വാഗ്ദാനം നൽകുന്നു. പക്ഷെ ഒന്നും നടപ്പാകാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അല്ലേ? തീർച്ചയായും, പ്രത്യേകിച്ച് BJPയുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീരദേശ മേഖലയിൽ നിന്ന് BJPക്ക് പൊതുവെ പരമ്പരാഗതമായി വോട്ട് കുറവുള്ള ഒരു മേഖലയാണ്. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ഉന്നം വയ്ക്കുന്ന തലത്തിൽ തന്നെയാണ്, തീരദേശ മേഖല തന്നെയാണ്. അതായത് തീരദേശ തൊഴിലാളികളുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് രാജീവ് ചന്ദ്രശേഖരനുണ്ട്. മാത്രമല്ല ഈ ഹാർബറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ ഉറപ്പും നൽകുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്കിപ്പോൾ പോകാം. തീരദേശത്തെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണം തുടരുകയാണ്. കഴിഞ്ഞ 15 വർഷങ്ങളിൽ വികസന മുരടിപ്പ് നേരിടുന്ന തീരദേശ ജനത അവരുടെ ആശങ്കകൾ കേന്ദ്രമന്ത്രിയെ നേരിട്ടറിയിച്ചു. വലിയതുറ പാലത്തിന്റെ വികസനവും ഹാർബറും വേണമെന്ന ആവശ്യം അവർ ആവർത്തിച്ചു പറഞ്ഞു. ഫിഷിംഗ് മിനി ഹാർബറാണ്. 25-30 വർഷം കൊണ്ടുള്ള ആഗ്രഹമാണ് മത്സ്യത്തൊഴിലാളികളുടെ ആഗ്രഹമാണ് ഒരു ഫിഷിംഗ് മിനി ഹാർബർ. രണ്ടാമതാണ് ഇപ്പോൾ പാലത്തിൻ്റെ അവസ്ഥ സാറിനുണ്ടല്ലോ, ആ പാലം ഒന്ന് ശരിയാക്കണം. അത് ഇപ്പോൾ ഈ വരുന്ന റബ് സീസണിൽ ആളുകൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ചെയ്ത് അത് ആളുകളുടെ ജീവിതമാർഗം ഒന്ന് ക്ലിയർ ചെയ്യണം. ഉടനടി ആവശ്യങ്ങൾ പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകുകയും ചെയ്തു. വലിയതുറയ്ക്കൊപ്പം തീരദേശത്തിന്റെ സമഗ്ര മാറ്റം സാധ്യമാക്കുമെന്ന് തീരദേശവാസികൾക്ക് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി. കേന്ദ്രമന്ത്രിസഭ അധികാരത്തിലെത്തിയ ശേഷം 4 ദിവസത്തിനുള്ളിൽ വലിയതുറ പാലത്തിൽ സമഗ്ര വികസനം സാക്ഷാത്കരിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പ്. അല്ല, ഞാൻ ഉറപ്പ് തരുന്നു 2 സാധനം. ആ പാലം പെട്ടെന്ന് ജൂൺ 4 ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ കോൺസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് എഴുതി വെച്ചോളാം, 4 ദിവസം കഴിഞ്ഞിട്ട് ആ പ്രോജക്റ്റ് തുടങ്ങും. അത് എൻ്റെ ഉറപ്പാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന BMS തൊഴിലാളികളുമായും കേന്ദ്രമന്ത്രി സംവദിച്ചു. ഒപ്പം തീരദേശ മേഖലയിലെ കുട്ടികളുമായി ഫുട്ബോളും കളിച്ച ശേഷമാണ് പ്രചാരണ തിരക്കിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നത്. എന്തായാലും കണ്ണൂർ രാഷ്ട്രീയത്തെ കലുഷിതമാക്കുകയാണ് ബോംബ് വിവാദം. കഴിഞ്ഞ ദിവസമുണ്ടായ ആ ഒരു ബോംബ് സ്ഫോടനം വലിയൊരു രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിരിക്കുകയാണ്, NDA രംഗത്തെത്തിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ഈ CPM ഒരു വൻ പ്രതിരോധത്തിലാണ് ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ മരിച്ച പ്രവർത്തകൻ CPM പ്രവർത്തകനാണെന്ന് പ്രതിപക്ഷം നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ NDA ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അതായത് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവീനറായിട്ടുള്ള JR പത്മകുമാർ ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് പോകാം. പാനൂരിലെ ബോംബ് സ്ഫോടനം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാനുള്ള ഇടതുമുന്നണിയുടെ നീക്കമായി ചൂണ്ടിക്കാട്ടിയാണ് NDA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന അക്രമങ്ങൾ തെരഞ്ഞെടുപ്പിൻ പ്രവർത്തനങ്ങളെ ബാധിക്കും.
വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് NDA സംസ്ഥാന ലീഗൽ വിഭാഗം കൺവീനറും BJP സംസ്ഥാന സെക്രട്ടറിയുമായ JR പത്മകുമാറാണ് പരാതി നൽകിയത്. സിഇഒയെ കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം നാളെ 10 മണിക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദമായ ഒരു റിപ്പോർട്ട് ഈ ഞങ്ങളുടെ NDA സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള അറിവുകൾ, രേഖകൾ എല്ലാം അദ്ദേഹത്തെ മുന്നിൽ സമർപ്പിക്കുകയും ശക്തമായ ഒരു അന്വേഷണം ഇതിന് വേണം എന്നുള്ളതാണ് NDAയുടെ അഭിപ്രായം. ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്നതിലേക്കായി നാളെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിൽ കാണാനും NDA തീരുമാനിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ഈ ഒരു പ്രശ്നം കണ്ണൂരിൽ വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയാകാണ്. പ്രത്യേകിച്ച് CPM-നുള്ളിൽ തന്നെ ഏതായാലും പാർട്ടിക്കാരാണെന്നൊരു വിഭാഗം പറയുന്നു, പാർട്ടിക്കാരല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതിനിടയിലാണ് ചില CPM നേതാക്കൾ ഈ മരിച്ച ആളുടെ വീട് സന്ദർശിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ ഇത് കണ്ണൂരിൽ മാറുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂട് ഓരോ ദിവസം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ ഒരു കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ ചർച്ച ഇതിലേക്ക് വഴിമാറുന്നല്ലേ? തീർച്ചയായും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ ഒരു ബോംബാക്രമണത്തിൽ പങ്കെടുത്തവരെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം CPM-ന്റെ തന്നെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും ഈ പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഈ മരിച്ച ഷെറിന്റെ വീട് സന്ദർശിക്കുന്നത്. അതോടുകൂടി തന്നെ CPM വീണ്ടും പ്രതിരോധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എത്ര ന്യായീകരണങ്ങൾ നടത്തുമ്പോഴും പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളടക്കം ഈ ഒരു ദൃശ്യം വൈറലായതുകൊണ്ട് തന്നെ CPM യഥാർത്ഥത്തിൽ പ്രതിസന്ധിയാക്കിയിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് പോകാം. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ പ്രതിരോധത്തിലായി പാർട്ടി. സംസ്കാര ചടങ്ങുകളിൽ CPM നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികൾക്ക് നൽകിയ ആയുധമാണ് സന്ദർശനമെന്നും ഒരു വിഭാഗം. സംസ്ഥാന സെക്രട്ടറി അടക്കം സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുമ്പോഴാണ് നേതാക്കളുടെ സന്ദർശനമെന്നതും ശ്രദ്ധേയം. MLA ഉൾപ്പെടെ ചടങ്ങുകളിൽ പങ്കെടുത്തതോടെ CPM-ന്റെ അവകാശവാദവും പൊളിഞ്ഞു. പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുമ്പോഴും ചില നേതാക്കൾ സംഭവത്തിൽ ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ പങ്ക് വ്യക്തമാക്കുന്നു. ബോംബ് സ്ഫോടനത്തിൽ പാർട്ടി പ്രവർത്തകൻ തന്നെ മരിച്ചതോടെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും CPM-ന് മിണ്ടാനാകുന്നില്ല. വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് CPM. സ്ഫോടന കേസിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം CPM-ആണ്. CPM നേതാക്കളുമായി അടുപ്പം പുലർത്തുന്നവരാണ് എല്ലാവരുമെന്നതും വ്യക്തം. അതുകൊണ്ട് തന്നെ ബോംബ് നിർമ്മാണ കേസിൽ തലയൂരാനാകാത്ത അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ജനം, തിരുവനന്തപുരം. ആറ്റിങ്ങലിൽ ഇത്തവണ കടുത്ത ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NDA അവിടെ സ്ഥാനാർത്ഥിക്ക് കളത്തിലിറക്കിയിരിക്കുന്നത് V മുരളീധരനെയാണ്. മുൻ കേന്ദ്ര സഹകാര്യമന്ത്രിയായിട്ടുള്ള V മുരളീധരനെയാണ്. ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലടക്കം അവിടെ അത്തരത്തിൽ റോഡ് ഷോകൾ അടക്കം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആറ്റിങ്ങലിൽ NDA അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത്. മുൻപത്തേക്കാൾ, അതായത് 2014-നേക്കാൾ 3 ഇരട്ടിയിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനെ NDA രംഗത്തിലിറക്കിയത്. എന്തായാലും എല്ലാ ഘട്ടങ്ങളിലേക്കും ഓരോ സാമൂഹ്യ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ V മുരളീധരൻ കാഴ്ചവെക്കുന്നത്. ദളിത് കുടുംബങ്ങളിലേക്ക് അടക്കം ചെന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ദളിത് കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടേക്ക് മുന്നോട്ട് പോകുന്നത്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. രാജ്യത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് മോദി സർക്കാർ. അതിദരിദ്ര ജനവിഭാഗത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും V മുരളീധരൻ പറഞ്ഞു. രാജ്യത്തെ ദളിതർക്ക് മെച്ചപ്പെട്ട ജീവിതം പ്രദാനം ചെയ്യുകയും സാമൂഹ്യനീതി ഉറപ്പാക്കുകയും ചെയ്തത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണെന്നും V മുരളീധരൻ വ്യക്തമാക്കി. ആറ്റിങ്ങൽ കിളിമാനൂരിൽ ഹരിജൻ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദരിദ്രരിൽ ദരിദ്രരെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ദളിത് സഹോദരന്മാർക്ക് സാമൂഹ്യ നീതി യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിന് ശേഷമാണ് എന്നുള്ള കാര്യം ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സമീപനം, ആ സമീപനമാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൈക്കൊണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ തൊഴിലാളികൾ തൊഴിൽദാതാക്കളിലേക്ക് ഉയർത്തപ്പെട്ടു. ഭരണ പങ്കാളിത്തമുണ്ടാകുമ്പോഴാണ് ഓരോ സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. നരേന്ദ്രമോദി സർക്കാരിൽ 12 മന്ത്രിമാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഉണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വിവിധ പാർട്ടികളിൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ചവരെ മന്ത്രി ആദരിച്ചു.
ആറ്റിങ്ങൽ കിളിമാനൂർ ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രനെ പ്രതിപാദിച്ചിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത് ആലപ്പുഴയാണ്. എന്തായാലും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം വലിയ ഊർജ്ജത്തോടെ, വലിയ കരുത്തോടെ, പ്രവർത്തകരിൽ വലിയ ആവേശം നിറച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനമാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ പ്രതിനിധിക്ക് ശോഭാ സുരേന്ദ്രൻ ഇൻ്റർവ്യൂ നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഈ കോൺഗ്രസും NDAയും തമ്മിലാണ് മത്സരം. CPM 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ ആരോപണം ആലപ്പുഴയുടെ മണി. നമുക്കറിയാം കഴിഞ്ഞ തവണ ഒരു തരി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ട്രോള് ഉണ്ടാക്കിയത്. എന്തായാലും AM ആരിഫാണ് അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. എന്തായാലും അത് സംബന്ധിച്ചൊരു വലിയ രാഷ്ട്രീയ ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ തവണ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആറ്റിങ്ങിൽ നിന്ന് നേടിയ കരുത്തുറ്റ ഒരു വോട്ടിന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം LDFന്റെ ഏക സീറ്റായ കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റാണ് ആലപ്പുഴ സീറ്റ്. AM ആരിഫിനെ തന്നെയാണ് ഇത്തവണയും LDF മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏത് വിധനെയും മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി KC വേണുഗോപാലിനെയാണ് UDF ദേശീയ നേതാവിനെയാണ് UDF അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇത്തവണ CPM, അതായത് കഴിഞ്ഞ തവണ ജയിച്ച ഒരു സീറ്റിൽ ഇത്തവണ CPM 3ാം സ്ഥാനത്തേക്ക് പുറത്തള്ളപ്പെടുമെന്നാണ്. മത്സരം കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടാണെന്നുള്ളതാണ്. എന്തായാലും ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് BJP എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളത് പെട്ടി തുറക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ അഴിമതിക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും മനസ്സിലാകും. അതിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ 10% വരുന്ന വോട്ടുകളാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ പെട്ടിയിൽ വന്നതെങ്കിൽ ഇവിടെ അതിനേക്കാൾ കൂടുതൽ തരംഗമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ളത്. ആലപ്പുഴയിൽ മത്സരം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. LDF 3ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. കാരണം എന്താണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി 3ാം സ്ഥാനത്താണ്. മത്സരം നടക്കുന്നത് വേണുഗോപാൽ പറഞ്ഞ് ശരിയാണ്. ഇന്ത്യയിൽ ആര് പാർലമെന്റിൽ പോകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന മത്സരത്തിൽ കോൺഗ്രസിന് തന്നെയാണ് പ്രസക്തിയുള്ളത്. അപ്പോൾ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയുമാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ അത് ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ പോലും തടഞ്ഞു നിർത്താൻ പറ്റാതെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. കരിമണൽ കമ്പനി തോട്ടപ്പള്ളിയിലെ ജനങ്ങളെ കൊള്ളയടിച്ചില്ലെങ്കിൽ ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും വന്നിറങ്ങാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കളൊന്ന് ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കടലോര പ്രദേശങ്ങളിലേക്കും ഒന്ന് ഇറങ്ങാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്ക് തന്റെ ഇടമുണ്ടോ? ഒരു കരിമണൽ കർത്തയും ഒരു സ്വകാര്യ കമ്പനിയും ഇവിടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജനപക്ഷത്ത് വരാനായിട്ട് ഇത്ര മടി? ജനം, ആലപ്പുഴ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മത്സരം. അത് തിരുവനന്തപുരത്ത് ഒരു തരത്തിൽ കേന്ദ്രമന്ത്രി ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം, അതുപോലെ തന്നെ ശശി തരൂർ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന വയനാട്. നമുക്കറിയാം ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ കൃത്യമായൊരു രാഷ്ട്രീയം അവിടെ BJP നടത്തിയിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ തന്നെ NDA സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് അവിടെ വേദിയായിരിക്കുകയാണ്. അത്രയും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് K. സുരേന്ദ്രൻ കടന്നിരിക്കുകയല്ലേ? തീർച്ചയായും കോൺഗ്രസ് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു റോഡ് ഷോ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വൻ വിമർശനമാണ് നേരിട്ടത്. അതായത് ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി പോലും പുറത്തേക്ക് എടുക്കാൻ സാധിക്കാത്ത ഒരു തരത്തിലേക്ക് കോൺഗ്രസ് കോഴിക്കോട് ജനസഭയിലും തീർച്ചയായും അതായത് പൊതുവെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഒക്കെ ആ ഒരു ഗതികേടിനെ കുറിച്ച് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങൾ പൊതുവെ ചർച്ച നടത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും K. സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു തുടങ്ങുന്ന പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിക്ക് എന്തായാലും വയനാട്ടിൽ ഒരു ഈസി വാക്ക് ഓവർ ഒരിക്കലും സാധ്യമാവില്ല എന്ന് തന്നെയാണ്. എന്തായാലും വയനാടൻ വിശേഷങ്ങളിലേക്ക് പോകണം. ചുരത്തിന് താഴെയും ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വയനാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. രാവിലെ തന്നെ പര്യടനം തുടങ്ങിയ സുരേന്ദ്രൻ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ വിവിധ വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹ്യ പ്രവർത്തകൻ MN കാരശ്ശേരിയുടെ വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് മടങ്ങിയത്. തുടർന്ന് വിവിധയിടങ്ങളിൽ നടത്തിയ കുടുംബയോഗങ്ങളിലും K. സുരേന്ദ്രൻ പങ്കെടുത്തു. സ്ത്രീകളടക്കം നിരവധി പേരാണ് കുടുംബയോഗങ്ങളിൽ അണിനിരുന്നത്. മാടച്ചാൽ ശ്രീ മുത്തപ്പൻകാവിലെത്തി അനുഗ്രഹം വാങ്ങിയാണ് K. സുരേന്ദ്രൻ മടങ്ങിയത്.
ജനം, വയനാട്. എന്തായാലും കൊല്ലത്ത് NDAയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. സിനിമാ നടനും കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർ തന്നെയാണ്. എന്തായാലും വളരെ ആവേശത്തിലാണ് കൊല്ലത്തെ BJP ക്യാമ്പ്. ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കി തന്നെയാണ് BJP കളം പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം കൊല്ലത്ത് പ്രചാരണത്തിന് വേണ്ടി എത്തിയിരുന്നു. എന്തായാലും ഈ കൃഷ്ണകുമാറിന്റെ വരവോടുകൂടി തന്നെ കൊല്ലം ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിനാണ് വേദിയായിരിക്കുന്നത്. കൊല്ലത്തെ വാർത്തകൾ കേൾക്കാം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി വേദിയിലെത്തിയതോടെ ആവേശം അലതല്ലി. പ്രസംഗം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും മലയാളത്തിൽ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അമ്മ പെങ്ങന്മാർക്കും സഹോദരാംഗൾക്കും വിനീത നമസ്കാരം. വളരെ സന്തോഷം നിങ്ങൾ മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ. നിങ്ങളുടെ വിലയേറിയ വോട്ട് കൃഷ്ണകുമാർ ജിക്ക് നൽകിയും അവരെ ജയിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി മോദിജിയെ ജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇപ്രാവശ്യം 400-നും മുകളിൽ. നന്ദി, നമസ്കാരം. 10 വർഷത്തെ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ഇന്ത്യ മുന്നണിയുടെ അജണ്ടകൾ പൊളിച്ചുകാട്ടിയും സംസ്ഥാനത്തെ ഭരണപരാജയത്തെ രൂക്ഷമായി വിമർശിച്ചും ഫട്നാവിസ് കത്തിക്കയറി. We have seen 10 years of UPA. What is UPA? UPA is that time avatar of India Alliance. These India Alliance people were under the garb of UPA for 10 years. 10 years we have seen their rule. Those were 10 years of decay. Those were 10 years of corruption. Those were 10 years when India was looted, when all the money which belonged to the Indians, which belonged to the poor people of India, was looted by the constituents of UPA. ഒടുവിൽ കൃഷ്ണകുമാർ ജിയുടെ വിജയത്തിനായി ഒരുമിച്ച് നിൽക്കാമെന്ന സന്ദേശവും പകർന്നു മടക്കം. കൺവെൻഷനുണ്ടായ വലിയ ജനപങ്കാളിത്തം കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിക്കുള്ള സ്വീകാര്യതയുടെ തെളിവ് കൂടിയായി മാറി. ജനം, കൊല്ലം. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ വാനോളം അല്ലെങ്കിൽ പാരമ്യത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് നേതാക്കളും മുന്നണികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ വലിയൊരു ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടി കേരളം മാറുകയാണ്. കൂടുതൽ പിന്തുണകൾ ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരന് ഒരു പിന്തുണയുമായി ഒരു സംഘടന എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് തീർച്ചയായും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി തന്നെ തിരുവനന്തപുരം BJP കൈയടക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ്. അതായത് സാങ്കേതിക മേഖലയിലെ തൊഴിലാളികളാവട്ടെ, പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളാവട്ടെ, എല്ലാ നാനാഭാഗത്തു നിന്നും ഒരു പിന്തുണ ഉറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നുണ്ട്. എന്തായാലും ആ അഭിഭാഷക പരിഷത്തിന്റെ ഈ പൂർവ്വ അഭിഭാഷക പരിഷത്തിന്റെ വാർത്തയിലേക്ക് കടക്കാം. വേനൽ കടുക്കുന്നതോടൊപ്പം തിരുവനന്തപുരത്തും തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിയിൽ. വിവിധ സംഘടനകളുടെയും പാർട്ടികളുടെയും യോഗങ്ങളും കുടുംബ സംഗമങ്ങളുമെല്ലാം സജീവം. വിഷയം തെരഞ്ഞെടുപ്പ് മാത്രം. രാജ്യത്തിനു വേണ്ടി സേവനം അനുഷ്ഠിച്ച പൂർവ്വ സൈനികരും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണയും പ്രഖ്യാപിച്ചു. ആശംസ അറിയിക്കാൻ സ്ഥാനാർത്ഥിയും സംഗമത്തിനെത്തി. എതിർ സ്ഥാനാർത്ഥിക്ക് കുറുക്കിക്കൊള്ളുന്ന വാക്കുകളുമായി പ്രസംഗം. ഞാൻ അതിൽ എൻ്റെ ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ ഒരു ചെയ്യുന്ന പുള്ളിയാണ്. ഞാൻ ഒരു മാൻ ഹു ഡസ് തിങ്സ്. എനിക്ക് വലിയ 25 പുസ്തകം എഴുതാനോ ഇംഗ്ലീഷ് ഡിക്ഷണറി വായിക്കാനോ എനിക്ക് ടൈം ഇല്ല. അതിന് താല്പര്യമായിട്ടല്ല, എനിക്ക് ടൈമില്ല. അപ്പോൾ എനിക്ക് മീനിങ് ഫുൾ വർക്ക്, ജനങ്ങളുടെ ലൈഫിൽ വ്യത്യാസം കൊണ്ടുവരാൻ നമ്മുടെ രാജ്യം ഇന്ത്യനെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതെല്ലാം എൻ്റെ പ്രയോറിറ്റി. നരേന്ദ്രമോദിജീൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് ഈ ലോക്സഭാ മത്സരം ഒരു മത്സരം ആയിട്ടായിരുന്നു ഞാൻ കരുതിയത്. ഞാൻ ഇവിടെ ആദ്യത്തെ 10-15 ദിവസം ഇറങ്ങി ജനങ്ങളെല്ലാം മീറ്റ് ചെയ്ത് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞ്
ഒരു 15ാമത്തെ ദിവസത്തിൽ അത് ആ മത്സരത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങ് പോയി. ഇതെൻ്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇനിയെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയിൽ സൈനിക സേവാ പരിഷത്തിന്റെ നിവേദനങ്ങളും അവർ കേന്ദ്രമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥിക്ക് കൈമാറി. കേണൽ സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NDA സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രവർത്തിക്കുമെന്ന് സംഗമത്തിനെത്തിയവരുടെ ഉറപ്പ്. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും പ്രചാരണ തിരക്കുകളിലേക്ക്. ക്യാമറാമാൻ രാഹുലിനൊപ്പം ശിവദാസ് കന്മനം, ജനം, തിരുവനന്തപുരം. നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച ഒരു വലിയ ആശയമുണ്ട്, എല്ലാവരുടെയും വികസനം. അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കുള്ള വികസന പദ്ധതികളെല്ലാം തന്നെ അവർ അക്കമിട്ട് തരുന്ന ഒരു MP പോലും കേരളത്തിൽ അങ്ങനെ എല്ലാ മേഖലയിലും സമഗ്രമായൊരു വികസനം, അത് എല്ലാ വിഭാഗങ്ങളിലേക്കും, അതായത് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രീണന രാഷ്ട്രീയം, അങ്ങനെ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു പൂർണ്ണമായ ഒരു പിന്തുണ എല്ലാ മണ്ഡലങ്ങളിലും ഉറപ്പാക്കാനുള്ളൊരു പരിശ്രമം കൂടിയാണ് BJP NDA ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ കിട്ടിയ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുള്ളൊരു വലിയ പ്രതീക്ഷയില്ല NDA സ്ഥാനാർത്ഥികൾ. തീർച്ചയായും, പ്രത്യേകിച്ച് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തന്നെയാണ് പൊതുവെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷങ്ങളായി തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയുമാണ്. ആ തലത്തിൽ വനവാസി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ക്ഷേമത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി ചെയ്യുന്നുണ്ട് തന്നെയാണ് V. മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞത്. അതായത് ഒരു വനവാസി വനിതയെ ഭാരതത്തിന് രാഷ്ട്രപതിയാക്കാനുള്ള ഒരു ആർജവം കാണിച്ച പ്രധാനമന്ത്രി കൂടിയാണ് തീർച്ചയായും നരേന്ദ്രമോദി എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ചവർ ആദിവാസ പ്രേമം പറഞ്ഞു കബളിപ്പിച്ചതല്ലാതെ ആ ജനവിഭാഗത്തിന് യാതൊന്നും നൽകിയിട്ടില്ലെന്നും ആദിവാസി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിയത് നരേന്ദ്രമോദിയുടെ സർക്കാരാണെന്നും ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ പറഞ്ഞു. വിവിധ കർമ്മ പദ്ധതികളിലൂടെ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി 15,000 കോടി രൂപയാണ് നരേന്ദ്രമോദി മാറ്റിവെച്ചത്. ആദിവാസി വനിതയെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയാക്കിയതിലൂടെ ലോകത്തിനു മുന്നിൽ ഭാരതം മാതൃക കാട്ടിയെന്നും V. മുരളീധരൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം വിതുരയിൽ പട്ടികവർഗ മോർച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ആദിവാസി വനിത, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ, അതും പ്രത്യേകിച്ച് വനിത, അങ്ങനെ ഒരാൾ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയിട്ടില്ല. അങ്ങനെ ഒരു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ, പ്രത്യേകിച്ച് വനിതയായിട്ടുള്ള ഒരാളെ, അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം, ആ തീരുമാനത്തിന് നേതൃത്വം നൽകിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സർക്കാരും ആദിവാസി പട്ടികവർഗ വിഭാഗത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഗിരിവർഗ പട്ടികവർഗ ഊരുകളിലെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ജീവിത സാഹചര്യം ഉയർത്തുന്ന കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങളിലടക്കം കേരള സർക്കാർ തികഞ്ഞ അനാസ്ഥ കാട്ടിയെന്നും V. മുരളീധരൻ ആരോപിച്ചു. അങ്ങനെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ 67 കൊല്ലക്കാലം ഏത് തരത്തിലാണോ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരോട് മുൻകാല സർക്കാരുകൾ പെരുമാറിയത്, മുൻകാല സർക്കാരുകളുടെ മനോഭാവം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതി, രാജ്യത്തെല്ലാവർക്കും സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ, അതിന് ഏറ്റവും ദുർബലരായവരിൽ ദുർബലരായവരെ അവരെ ശാക്തീകരിക്കാൻ, അവർക്ക് മുന്നോട്ട് വരാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ്. ജില്ലാ പ്രസിഡന്റ് റെജിമോന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഊരുമൂപ്പൻ രാമൻ കാണിയും പട്ടികമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സരസ്വതിയും ചേർന്ന് വിളക്ക് തെളിയിച്ചു. മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം ബിന്ദു സുരേഷ്, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്, സുരേഷ് കുമാർ, രതീഷ് ഭുവനേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തിരുവനന്തപുരം. എന്തായാലും ഈ ഒരു അരമണിക്കൂർ കൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ, അതിലൊരു സമഗ്ര ചിത്രമാണ് ഈ അരമണിക്കൂർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും
വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും വോട്ടെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ എന്തായാലും വലിയൊരു ആവേശത്തോടെ മുന്നണികളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. പുതിയ തെരഞ്ഞെടുപ്പ് ആയുധങ്ങൾ, പ്രചരണ രീതികളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കൂടുതൽ കേന്ദ്ര നേതാക്കൾ എത്തുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്, രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. എന്തായാലും കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്തേ, ശുഭരാത്രി.